നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നലെ കേറ്റി ഇന്ന് താളമാക്കി. എന്തെന്ന് വെച്ചാൽ വെള്ളക്കാരൻ 1000 കോടി രൂപയ്ക്ക് വിറ്റുവെങ്കിൽ നിങ്ങളെ കാശ് 5000 കോടി അകത്ത് പോകുന്നു. അപ്പോൾ 10 രൂപ ഒരാൾ വിറ്റുവെങ്കിൽ അതേ ലെവൽ വിൽക്കാൻ വേണ്ടിയിട്ട് 50 രൂപ നിങ്ങളെ കാശാണ് അകത്ത് പോകുന്നു. നോക്കിക്കോ 1:5 ആണ് നിങ്ങളെ കാശ്, എൻ്റെ കാശല്ല. ലാഭത്തിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. ഏർണിങ്സ് കിടപ്പിലാണ് ഇരിക്കുന്നു. എന്ത് എനർജി കൊടുത്താലും കയറുന്നില്ല. ശരി, ഗ്ലൂക്കോസ് കൊടുത്തു, ഇനി ട്രിപ്സിൽ ഇട്ടു വന്നിരിക്കുന്നു. ഇന്നോ നാളെയോ നമ്മളെ ഫേവറേറ്റ് കമ്പനീസിൻ്റെ റിസൾട്ട്സ് ഒക്കെ വരുന്നു. ആ റിസൾട്ട് നല്ലവണ്ണം ഇരിക്കത്തില്ല എന്നാണ് ഞാൻ മുമ്പേ നിങ്ങൾക്ക് അലേർട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അതായത് ടിഫൻ കോഫി റേഞ്ചിൽ തന്നെ ഇരിക്കാം. ഇന്നലെ ജപ്പാൻ ഹോളിഡേ, പക്ഷേ പാസിങ്ങിൽ പറഞ്ഞു ട്രംപ് സറണ്ടർ, ടോട്ടൽ സറണ്ടർ. അതായത് എക്സിസ്റ്റിംഗ് ടാരിഫിൻ്റെ മുകളിൽ ആ 15 ടാരിഫ് ഇല്ല എന്ന് പറഞ്ഞു. ഈ 15 ടാരിഫ് തന്നെ, പ്രസന്റ് ടാരിഫ് തന്നെ, അതിൻ്റെ മുകളിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇന്ന് ജപ്പാൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈ, ഉപ്പറായിട്ട് മുകളിൽ കയറിക്കൊണ്ടേയിരിക്കുന്നു. ട്രേഡറിൻ്റെ ക്ലയൻസ് ഒക്കെ ഡാൻസ് ആടിക്കൊണ്ടിരിക്കുന്നു. താഴെ ഇരുന്ന ഹോണ്ട പോലത്തെ കമ്പനിയൊക്കെ തൂക്കി മുകളിലാണ് നിൽക്കുന്നു. ഇപ്പോൾ ഇതിൽ ടൊയോട്ട ഭയങ്കരമായിട്ട് നിന്ന് 192ൻ്റെ അടുത്താണ് ഇരിക്കുന്നു. ഇപ്പോൾ ട്രേഡർ ഒരേ ഖുഷിയാണ്, ട്രേഡറിൻ്റെ ക്ലയൻറ്റും ഖുഷിയാണ്. ഇതുപോലത്തെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആൻഡ് ജാപ്പനീസ് മാർക്കറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ ഗാനിയൻ വിനോദ് ശ്രീനിവാസൻ്റെ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾ കണക്റ്റ് ആകാം. അപ്പോൾ ഇത് തന്നെ ഞങ്ങളുടെ സ്ട്രാറ്റജി. മുകളിലും താഴെയും പോകും. നിങ്ങളെ മാഗ്നിഫിക്കൻറ്റ് 7ൽ ഇപ്പോഴൊന്നുമില്ല. കാരണം ഞങ്ങളുടെ സ്ട്രാറ്റജി ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയാണ്. കാൽക്കുലേറ്ററായിട്ട് ഡോളർ, ഗോൾഡ്, ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്ത് ഇടുന്നതാണ്. ഇവയെ സ്വർണത്തെക്കുറിച്ച് സംസാരിച്ച കാരണം ഇന്ന് $90 ഇറങ്ങി $3400 അടുത്ത് ഇരിക്കുന്നു ഫ്യൂച്ചർ മാർക്കറ്റിൽ. ബട്ട് ഗത്തായിട്ട് മുകളിൽ തന്നെ നിൽക്കുന്നു. വിഷമിക്കേണ്ട അതിനെക്കുറിച്ച്. 9295 പ്ലസ് GST ആണ്. നമുക്ക് വിഷമമില്ല. ഡോളർ വീഴും, രൂപ വീഴും, ഡോളറും വീഴും, സ്വർണത്തിൻ്റെ വില കയറും. കാരണം അവിടെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും വീഴുന്നുവെങ്കിൽ 1-2 എന്ന് ഗ്രാമിൽ ഗോൾഡിനെ കൺസിഡർ ചെയ്യാം. ഇത് തന്നെ നമ്മളെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയിട്ടിരിക്കണം. ഇന്നലെ എന്തായി മാർക്കറ്റിൽ, എന്തുകൊണ്ടാണ് കയറി എന്ന് ചോദിച്ചാൽ, അമ്മയാരെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ LICയെ വിൽക്കുന്നു എന്ന് പറഞ്ഞു. LIC IPO 4 രൂപ 5 രൂപ എന്ന് കഷ്ടപ്പെട്ട് കയറ്റിയാണ് നിർത്തിയിരിക്കുന്നു. 3 വർഷത്തിൽ ഞങ്ങൾക്ക് 5 രൂപ ലാഭം. ഒരുപാട് ആൾക്കാർക്ക് ഹെവി ലോസാണ്. 5% കൂടെ ഇന്നും വിറ്റില്ല. വിൽക്കുന്നു എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് പറയുമോ അത്രയും പെട്ടെന്ന് അവർ രീതിനെ പറയും. എല്ലാം നിങ്ങളുടെ തലയിൽ തന്നെ കിട്ടും. ഇതുപോലെ ഞങ്ങൾ പബ്ലിക് സെക്ടർ ബാങ്കിനെയും ഡിസ്ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പർസ്, ഇവിടെ ഒരു പാക്കറ്റ്, ഇവിടെ ഒരു പാക്കറ്റ് ഇരിക്കും, ഇവിടെ ഒരു പാക്കറ്റ് ഇരിക്കും. ഈ 3 പാക്കറ്റിൻ്റെ ഇടയ്ക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. ഈ FBI സക്സസ്ഫുൾ QIP എന്ന് പറഞ്ഞു. സക്സസ്ഫുൾ QIPയിൽ ആരാണ് SBI സ്റ്റോക്ക് വാങ്ങിയത്? IC വാങ്ങി. SBI 2 ഇൻഷുറൻസ് കമ്പനി വച്ചിരിക്കുന്നു, മ്യൂച്വൽ ഫണ്ട് വച്ചിരിക്കുന്നു. LIC വിറ്റുവെങ്കിൽ ആര് രക്ഷിക്കും? SBI രക്ഷിക്കും. ഇല്ലെങ്കിൽ കുറേ പബ്ലിക് സെക്ടർ ബാങ്കൊക്കെ ഇരിക്കുന്നു, അവർ രക്ഷിക്കും. ICICIയുടെ വൺ ഓഫ് ദി കമ്പനി പബ്ലിക് സ്റ്റോക്കിനെയെ ICICI മ്യൂച്വൽ ഫണ്ട് രക്ഷിച്ച കാരണം വിത്തൗട്ട് അഫക്റ്റിംഗ് അവർ സെറ്റിൽ ചെയ്തതും എനിക്ക് ഓർമ്മയായിരിക്കും. കാരണം ഒരു പാക്കറ്റിൽ ഇരുന്ന് ഇന്നൊരു പാക്കറ്റിന് ട്രാൻസ്ഫർ ആകും എന്ന് വിശ്വസിച്ച് അതിന് കാരണം കാട്ടി ഇങ്ങനെ പബ്ലിക് സെക്ടർ ബാങ്കായിട്ട് വാങ്ങി കയറ്റി. ഇന്ന് സംസാരിക്കുന്ന സമയം പബ്ലിക് സെക്ടർ ബാങ്ക് പ്ലസ് ബാങ്കിങ് ഇൻഡസ്ട്രിനെ വെച്ച് ധർമ്മ അടിയടിച്ച് 350 പോയിന്റ് താഴെ ഇരിക്കുന്നു. ഇത് കാരണം ഈ ഗൈറേഷൻസിനെ നിങ്ങൾ വിടണം. ഇന്ന് ആര് കയറ്റി ഈ മാർക്കറ്റിനെ കുറച്ച് പോസിറ്റീവായിട്ട് വച്ചിരിക്കുന്നു വെച്ചാൽ, ഇന്ന് സെലക്ഷൻ IP ഇൻഡെക്സ് ആണ്. എന്താണ് AI വന്നിട്ട് പെർമനൻറ്റ് റിസ്ട്രിക്ഷന്, എന്താണ് ആൾക്കാരെ എടുക്കാതെ TCSലെ ആൾക്കാരെ വെട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം എങ്ങനെയാണ് ഈ IT തൂക്കുന്നവർ ITയും. പക്ഷേ ചില വാല്യുവേഷൻസ് TCS, ഇൻഫോസിസ്, HCL, വിപ്രോ എല്ലാം 5 ഇയർ ലോയർ അടുത്താണ് ഇരിക്കുന്നു. 20 ടൈം ഏർണിംഗ് താഴെ ഇരുന്നുവെങ്കിൽ ഇന്ന് 2 എന്ന് നിങ്ങൾ ആശയ്ക്ക് നോക്കാം. ഇതിൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ടിരിക്കണം. ഡിവിഡൻഡ് ഈൽഡും 2-3% ഇരിക്കുന്നു. ഇതിനും കുറച്ച് താഴെ പോയെങ്കിൽ ഇന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഇതൊക്കെ സിമ്പിളാണ്. മേസ്ത്രി, കൊത്തനാർ, കാർപ്പൻറ്റർ ഇതുപോലെ ആൾക്കാർ പിടിച്ച് കൊടുക്കുന്നതാണ് ജോലി. ഇത് കാരണം ഈ ആൾ പിടിച്ച് കൊടുക്കുന്ന ബിസിനസ് വന്നിട്ട് പോകത്തില്ല, ഇൻഫോംഡ് ആയിട്ട് ഇരിക്കും. ഇത് കാരണം ഇവരെ വച്ചിരിക്കാം. ബജാജ് ഓട്ടോയിൽ ഒരു നല്ല ന്യൂസ് വന്നിട്ടുണ്ട്. 2000 ഇരുന്ന് നിയർലി 40% താഴെ വീഴുന്നു.
7,500 രൂപയ്ക്ക് വന്ന് ഇപ്പോൾ 8,600 തലയെ തൂക്കാൻ നോക്കുന്നു. പക്ഷേ 30 ടൈംസ് ഏർണിങ്സ് ആണ്. ഇതിൽ എന്താണ് നല്ല ന്യൂസ് എന്ന് നിങ്ങൾ നോക്കിയാൽ അവരെന്ത് പറയുന്നു വെച്ചാൽ 50% മുകളിൽ അവരുടെ സെയിൽസ് വന്നിട്ട് ക്രെഡിറ്റിൽ പോകുന്നു. ബജാജ് ഫിൻസർവ് വലുതായ കാരണം കോൺസെൻട്രേറ്റ് ചെയ്ത് കടൻ കൊടുക്കുന്നില്ല. കടൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ പേര് ബജാജ് ഓട്ടോ ക്രെഡിറ്റ്. ആ ഓട്ടോ ക്രെഡിറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പ്രോഫിറ്റ് ചെയ്തു. തലവൻ ക്യാഷായിട്ട് 16,000 കോടി വച്ചിരിക്കുന്നു. ആ 16,000 കോടിയിൽ കുറച്ചെടുത്ത് ഇവിടെ കൊടുക്കും. ഇതിൽ എന്ത് ന്യൂസാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലേ? ഇപ്പോൾ ബുള്ളറ്റിന് മാത്രം തന്നെ കടൻ വാങ്ങാൻ പറ്റും. KTM ബൈക്സിനും ചീപ്പായിട്ട് കൊടുക്കും. മാർജിനെ ലോ ആയിട്ട് വെച്ചുകൊണ്ട് മാസം 3,000 4,000 കിട്ടുന്നത് പോലെ KTM ബൈക്കിന് നിങ്ങളുടെ തലയിൽ കിട്ടും. നിങ്ങളും എൻ്റെ ഓഫീസിൻ്റെ താഴെ 4 KTM ബൈക്ക് ഇരിക്കുന്നു. ഒരു KTM ബൈക്ക് എന്ന് പറയുന്നത് 2.5-3 ലക്ഷം ഇരിക്കും എന്ന് പറയുന്നു. 30,000 40,000 ശമ്പളം വാങ്ങുന്ന ആൾക്കാരിനൊക്കെ KTM ബൈക്കിനെ കൊടുത്ത് ഹാപ്പി ആയിട്ട് വച്ചിരിക്കുന്നു. ഇവരും ഗേൾ ഫ്രണ്ടിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബൈക്കിനെ വാങ്ങും. ബജാജ് ഓട്ടോ ക്രെഡിറ്റ് ലാഭത്തിന് നോക്കും. ഇത് ഞാൻ ഇവിടെ പറഞ്ഞാലും ജനങ്ങൾ തിരുന്നാൻ പോകുന്നതില്ല. ബജാജ് ഓട്ടോ ക്രെഡിറ്റിന് നർച്ചെയ്തിയാണ്. നല്ല ന്യൂസാണ്. ഈ നല്ല ന്യൂസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. ഇപ്പോൾ ഈ സ്റ്റോക്ക് തേർഡ് ബിഗ് കോസ്റ്റ്ലി ആയിരിക്കുന്നു. കാരണം വളരെ വ്യക്തമായിട്ട് നോക്കി കൺസിഡർ ചെയ്യണം. 7,500 താഴെ പോയെങ്കിൽ നോക്കാം. എന്ത് വെച്ചാൽ അത് 7,500 താഴെ പോകും എന്ന് വിചാരിക്കുന്നു. കെട്ടിയൊന്ന് പെട്ടെന്ന് താഴെ ഇട്ടുവെങ്കിൽ അതൊരു നല്ല ന്യൂസ് എന്ന് നിങ്ങൾ 3,000 കൺസിഡർ ചെയ്തവർക്ക് പറയാൻ ഞാൻ ഇവിടെ കടമപ്പെട്ടിരിക്കുന്നു. ഇത് കാരണം അത് മാരുതി റേഞ്ചിൽ വിൽക്കുന്ന കാരണം ഈ സമയം മാത്രം അത് LF2 എന്ന് വിൽക്കാം. നാളെ സൈഡസിൻ്റെ റിസൾട്ട് വരുന്നു. സൈഡസ് വിൽനസിൻ്റെ റിസൾട്ടിൽ പല ഡ്രഗ്സിന് പെയിൻ റിലീഫ്, പെയിൻ മാനേജ്മെൻറ്റ്, മൾട്ടിപ്പിൾ സിറോസിസ്, ക്യാൻസർ എന്ന് പറഞ്ഞ ഒരുപാട് ഡ്രഗ്സിന് അപ്രൂവൽ വാങ്ങിച്ചു വച്ചിട്ടുണ്ട്. ഡ്രഗ്സൊക്കെ അവിടെ ഇറക്കും. ഇടയ്ക്കിടയ്ക്ക് ട്രംപ് വന്ന് ഇരട്ടം ഒക്കെ ഈ സ്റ്റോക്കിനെ അടിക്കും. സമയം നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. എപ്പോഴും ഞാൻ പറയും ട്രംപിൻ്റെ പേര് ടാക്കോ ട്രംപ് എന്നാണ് എന്ന് പറഞ്ഞാൽ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഈ നിമിഷം അവർ ബൽട്ടി അടിക്കും. അവർക്കാട്ടിലും താഴെ ഇരിക്കുന്ന ആൾക്കാരെ തന്നെ അവർ ഏറി മിതിക്കും. അവർ ഈക്വലായിരിക്കുന്ന ആൾക്കാരെ കണ്ട കുറച്ച് പേടിയുണ്ട്. ചൈനക്കാരൻ പറഞ്ഞായിരുന്നു സ്ട്രെയിറ്റ് ആയിട്ട്, നീ വേണമെങ്കിൽ ടാരിഫിന് ഇട്ടോ, എനിക്ക് പേടിയില്ല എന്ന്. അരർത്ത് കിട്ടൂല. ഈ നിൻ്റെ ഫ്രണ്ട് അവർക്കും കിട്ടത്തില്ല, അവർക്കും ഇനി കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇത് കാരണം ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ ട്രംപ് ചൈനയ്ക്ക് ഇന്നൊരു 90 ഡേ എക്സ്റ്റൻഷൻ കൊടുത്തു. പക്ഷേ ഇന്ത്യക്ക് നോ എക്സംഷൻ ആണ്. ജപ്പാനിന് ഫേവറബിൾ ടേംസ്. ചൈനയോടൊപ്പം സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നു. ഫോർ അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. യൂറോപ്യൻ യൂണിയനിന് 15% ഇന്ത്യക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് തിരുപ്പൂർ ബനിയന് 100 രൂപ, ബനിയന് 2.5 രൂപ ടാക്സ് ഇടും. അപ്പം 102 രൂപ. അതിൽ ഒരു 25% ടാക്സ് ഇട്ട് 26 രൂപ ഇടും. 126 രൂപയിൽ അതിൽ ഇന്നൊരു ടാക്സും ഇടും. അപ്പോൾ ഒരു 156 രൂപയ്ക്ക് വരും. 153 രൂപ വരും. 53 54 രൂപ ടാക്സ് വരും. എന്തെന്ന് വെച്ചാൽ ഇതിൽ ടാക്സ് ഓൺ ടാക്സ് ഇരിക്കും. നമ്മൾ ട്രംപിനെ ധൈര്യമായിട്ട് എതിർത്തതെങ്കിൽ ഈ പൊസിഷൻ നമുക്ക് വന്നിരിക്കും. 10 കൊല്ലത്തിൻ്റെ മുമ്പേ ഡ്രാഗൺ എലിഫൻ്റ് എന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഡ്രാഗനും എലീറയും കഥയായി. മുളകണ്ടിയാരും പേടിക്കണമില്ല, ക്ഷമമായിട്ടിരിക്കും. പക്ഷേ ഇത് തന്നെ യഥാർത്ഥ സത്യം. ഇത് കാരണം ചൈനയ്ക്ക് 90 ഡേയ്സ് ടാരിഫ് ഇല്ല എന്ന ന്യൂസ് മാത്രം നമ്മൾ വാങ്ങാം. അടുത്തത് ITC ഹോട്ടൽസ് ആണ്. TC ഹോട്ടലിൽ ഇന്നലെ ബാറ്റ് ടാറ്റ പറഞ്ഞാൽ പോയി പറയാനേ RBIയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗ് നടന്നു തീർന്നതിൽ സഞ്ജയ് മൽഹോത്രയെ പോലെ അവിടെ ITC ഹോട്ടൽസിൻ്റെ ചെയർമാൻ സഞ്ജീവ് ബൂരി ഒരു ന്യൂസ് പറഞ്ഞിട്ടുണ്ട്. സഞ്ജയ് ബൂരി എന്ത് പറയണമെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓൾറെഡി 200 ഹോട്ടൽ പ്ലാൻ ചെയ്തിരുന്നു. ഇന്നൊരു 20 ഹോട്ടലിട്ട് 220 ഹോട്ടലാക്കും. ഇതിൽ 140 ഹോട്ടൽ ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മീതി ഒരു 75 ഹോട്ടലിനെ ക്വിക്കായിട്ട് ഞങ്ങൾ തൂക്കിക്കൊണ്ടുവന്ന് വയ്ക്കും എന്നു പറഞ്ഞു 220ക്ക് കൊണ്ടുപോകും. 77 ഹോട്ടൽ പുതിയതായിട്ട് തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാം അസറ്റ് ലൈക്ക് മോഡലിൽ ഇരിക്കുന്ന കാരണം വലുതായിട്ട് ക്യാഷ് ഫ്ലോ ഇരിക്കത്തില്ല, ഇഷ്യൂസും ഇരിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ബാറ്റ് വിറ്റാൽ വില ഇറങ്ങിയാൽ അന്ന് എന്ത് വില ഇരിക്കുന്നു എന്ന് നോക്കി നമ്മൾ കൺസിഡർ ചെയ്യണമോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്യാം. ഇതൊക്കെ നടക്കുന്ന സമയം സഞ്ജയ് മൽഹോത്ര ബിസിയായിട്ടാണ് ഇരിക്കുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ബട്ടൺ അമുക്കി പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നു. എന്ത് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഡോളർ സപ്ലൈ ബട്ടണാണ്. ഇതാണ് ഒരു നോൺ ഡെലിവറബിൾ ഫീച്ചേഴ്സിലും ഖജാനയിലിരിക്കുന്ന കാശിനെ എടുത്ത് വിറ്റ്
ഓൺ ഡെലിവറബിൾ ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ഇൻ ദുബായിൽ ബട്ടൺ അമുക്കിക്കൊണ്ടേയിരിക്കുന്നു. പലർ ബൈ ബൈ സെൽ സെൽ എന്ന് ഇട്ടിരിക്കുന്നു. RBI ഖജാനയിലിരുന്ന് കുറച്ച് കൊടുത്തോണ്ടിരിക്കുന്നു. ഓവറോൾ ആയിട്ട് നോക്കിയാൽ $9 ബില്യൺ വിറ്റിരിക്കുന്നു. എന്തിനുണ്ടാണ് രൂപ 87.80 പോയത്. ഇവിടെ 87.60 വന്നിരിക്കുന്നു. 25-30 പൈസ മേളിലും താഴെയും പോകുന്നതിന് നിങ്ങളെ കാശ് $9.3 ബില്യൺ വിറ്റിരിക്കുന്നു. ഒരു ബില്യൺ എന്ന് പറഞ്ഞത് എത്രയാണ് നിങ്ങൾക്കെന്നെ നോക്കിക്കോ. 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ അത്രയും ബില്യൺ റുപ്പീസ് പല ലക്ഷം കോടി വിറ്റിരിക്കുന്നു. 30 പൈസ മുകളിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇരുന്നാലും മാർക്കറ്റിലിരുന്ന് കാശ് വെളിയിൽ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇത് കാരണം പെട്ടെന്ന് 88 വരും. 88-ലിരുന്ന് 90 പോകാൻ എന്താവുമെന്ന് വെച്ചാൽ നമ്മളെ ഖജാന കുറച്ച് കാലിയാവും. ഇത് കാരണം തന്നെ ഞാൻ പറയുന്നു സ്വർണ്ണത്തിന് വാങ്ങാൻ വേണ്ടിയിട്ട്. US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്ന റീസണും ഇത് തന്നെ. ഓൾ സൈഡ് നമ്മൾ സേഫ്റ്റി ആകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. രൂപ 10 വിശ്വസിച്ച് നിങ്ങൾ ഇരുന്നാൽ 56 രൂപയിൽ ഇരുന്നത് 10 വർഷത്തിൻ്റെ അകം 90 രൂപയിലകത്ത് വന്നു. ആരും വിഷമിക്കേണ്ട. സെഞ്ചുറി എപ്പോൾ വരുന്നു എന്ന് നോക്കാം. ഇതിലിരുന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഇപ്പോൾ അടിപ്പെട്ടാലും ഗോൾഡ് സ്ട്രോങ് ആയിരിക്കും. ജപ്പാൻ റിക്കവറി റിമോഡലാണ് ഇരിക്കുന്നു. ഒരുപാട് നല്ല അമേരിക്കൻ സ്റ്റോക്സിനെ അവർ വച്ചിരിക്കുന്നു. ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു ICICI 50,000 രൂപ മിനിമം ഡെപ്പോസിറ്റ് ആക്കിയെന്ന്. ഇത് ഇങ്ങനെ ആക്കിയ കാരണം ചില പാവപ്പെട്ട ആൾക്കാർ മൽഹോത്രയെടുത്ത് കൊണ്ടുപോയി. മൽഹോത്ര സാർ പറഞ്ഞായിരുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ ഞാൻ പഠിച്ചിരിക്കുന്നു. ഐ എം വെരി ബിസി. ഏതൊക്കെ ബാങ്ക് എത്രയും ബാലൻസ് ചെയ്യണോ അത് വച്ചിരുന്നു. നിങ്ങൾക്ക് തന്നെയുള്ള കോപ്പറേറ്റീവ് ബാങ്ക് ഇരിക്കുന്നു. വേറും നിറയെ ബാങ്കൊക്കെ ഇരിക്കുന്നല്ലോ. ഫീസിനെ കുറച്ചിടാൻ പറയാം. മിനിമം ബാലൻസ് ചാർജ് അവിടെ പോയി തുറക്കാൻ പറഞ്ഞിരിക്കുന്നു. കാരണം ഇതിൽ തലയിടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഓവറോളായിട്ട് ICICI അക്കൗണ്ട് വച്ചിരിക്കണമെങ്കിൽ 50,000 രൂപ റെഡി ചെയ്ത് വച്ചിരിക്കണം. സെമി അർബൻ എന്ന് പറഞ്ഞാൽ 20,000 രൂപ. പക്ഷേ മെഡ്രാസിൽ വേണമെങ്കിൽ നിങ്ങൾ 50,000 റെഡിയാക്കി തന്നെ വച്ചിരിക്കണം. വില്ലേജ് സൈഡെങ്കിൽ 10,000 രൂപ. എന്നാൽ ഫീ ഇങ്ങനെ കെട്ടാൻ പറ്റുമെങ്കിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ വെളിയിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതൊക്കെ പറയണത് ICICI ബാങ്ക്. ഇതിൽ വന്നിട്ട് ഈ രജനീയുടെ അരുണാചലം പടത്തിലൊരു ഡയലോഗ് പറയും തന്നെ നടക്കുന്നു. ലാസ്റ്റായിട്ട് ഈ ICICI ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കഥ ഇത് അരുണാചലം പടം ഡയലോഗ് പോലെ തന്നെ ആണ്ടവൻ നിனைக்கிறான் അരുണാചലം മുടിக்கிறான் എന്ന പോലെയാണിത്. മൽഹോത്ര വിചാരിച്ചു ICICI തീർത്തു എന്ന കഥയാണിത്. നന്ദി, നമസ്കാരം.